ഈ മന്ത്രിസഭയിൽ എല്ലാവരോടും നമുക്ക് പ്രത്യേക സ്നേഹമാണ്, ബഹുമാനമാണ്. എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. പക്ഷേ ഒരു വ്യക്തിയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാതെ തരമില്ല. കാരണം ആ വ്യക്തിപരമായിട്ട് കൂടി എനിക്ക് വളരെ അടുത്ത ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് CP ജോൺ എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലൂടെ SFIയിലൂടെ കടന്നു വന്ന് DYFIയിലൂടെയും അതുപോലെ തന്നെ മറ്റ് കമ്മ്യൂണിസ്റ്റ് CPM പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന് ഒപ്പം MV രാഘവനൊപ്പം CMP എന്ന പാർട്ടി രൂപീകരിച്ച് പാർട്ടിയുടെ നയങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞ് പുറത്തു പോവുകയും തുടർന്ന് CPM ഗുണ്ടകളുടെയും CPM നേതാക്കളുടെയും അടക്കമുള്ള ഒരുപാട് ക്രൂര പീഡനങ്ങളും ആക്രമണങ്ങളും പരിഹാസങ്ങളും ഒക്കെ നേരിട്ട് സധൈര്യം ആ വഴിയിലൂടെ ഏതാണ്ട് ഏകനായി ശ്രീ MVRന്റെ മരണത്തിന് ശേഷം ഏതാണ്ട് ഏകനായി തന്നെയാണ് ശ്രീ CP ജോൺ സഞ്ചരിച്ചത്. അദ്ദേഹം നമ്മുടെ ഒരു കുടുംബ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദു നല്ലൊരു ഗായികയാണ്, നമുക്കറിയാം. അദ്ദേഹം പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ നിരവധി തവണ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് പല മാധ്യമങ്ങൾക്ക് വേണ്ടി. അദ്ദേഹത്തിൻ്റെ ആ ഒരു സാമ്പത്തിക നയ രൂപീകരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളും ചില ലേഖനങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ എത്ര അർത്ഥവത്താണ്, എത്ര പഠിച്ചാണ് അദ്ദേഹം അതൊക്കെ ചെയ്യുന്നത്. ഇത്തരത്തിൽ തീച്ചൂളകളിലൂടെ കടന്നു വന്ന് എതിർപ്പുകളെ നേരിട്ടുകൊണ്ട് മുമ്പോട്ട് വന്ന മിക്കവരും അങ്ങനെ തന്നെ. എങ്കിലും CP ജോൺ എന്ന വ്യക്തിയെ തീർച്ചയായിട്ടും നമുക്ക് വ്യത്യസ്തനായിട്ട് തന്നെ കാണേണ്ടി വരും. എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഒരു നിറഞ്ഞ പുഞ്ചിരിയോടെ മാത്രം അതിനെ നേരിടുന്ന ആ പകുതി നരച്ച താടിക്കുള്ളിൽ, ആ സോൾട്ട് ആൻഡ് പെപ്പർ താടിക്ക് ഉള്ളിൽ വിരിയുന്ന ആ ഒരു പുഞ്ചിരി, അത് എത്ര ഹൃദ്യമാണ് എന്നുള്ള കാര്യം അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അദ്ദേഹത്തിന് കൃത്യമായി കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഉള്ള കഴിവുണ്ട്. അദ്ദേഹത്തെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നായ ഗതാഗത വകുപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത്. സന്തോഷം. തീർച്ചയായിട്ടും ആ ഒരു വകുപ്പിൽ കൃത്യമായി അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ മേൽനോട്ടം നടത്തി KSRTCയുടേതടക്കം മോട്ടോർ വാഹന വകുപ്പിൻ്റേതടക്കമുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഈ MVD ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നത് ഒരു നാട്ടിൽ പാട്ടാണ്. അതിനെതിരെയൊക്കെ തന്നെ പല ശബ്ദങ്ങൾ ഉയർന്നെങ്കിലും അതൊക്കെ ഇപ്പോഴും തുടരുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു കൈക്കൂലി പരിപാടിയും ഈ ഏജന്റുമാരുടെ പരിപാടിയും ഈ MVDയിൽ മോട്ടോർ വാഹന വകുപ്പിൽ ഒന്ന് നിർത്താൻ പ്രിയപ്പെട്ട ശ്രീ CP ജോൺ ഒരു നടപടി അടിയന്തരമായി കൈക്കൊള്ളണം എന്ന് ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞങ്ങൾ പറയുകയാണ്. അങ്ങേക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ, ജനങ്ങൾക്ക് ഹിതമായി പ്രവർത്തിക്കാൻ, വകുപ്പുകളെ തമ്മിൽ ഏകോപിപ്പിക്കാൻ, ഇപ്പോൾ പോലീസ് വകുപ്പിനെ ആയാലും MVD ആയാലും മറ്റ് വകുപ്പുകളെ ആയാലും ഒക്കെ തമ്മിൽ ഏകോപിപ്പിക്കാനും അതാത് വകുപ്പിൻ്റെ ക്രിയാത്മകമായ കാര്യങ്ങളിൽ വ്യക്തമായി ഇടപെടാനും അങ്ങേക്ക് കഴിയും എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം ബോധ്യമുള്ള കാര്യമാണ്. അങ്ങ് ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രിയാകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങ് തീർച്ചയായിട്ടും പണ്ടേ അതിനർഹനാണ്. നല്ല ഒരു പൊതുപ്രവർത്തകനാണ്, ജനകീയനായ ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. ഈ CPMൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് അദ്ദേഹം കാലങ്ങളായി പോരാടുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റായി നിന്നുകൊണ്ട് തന്നെ. MVR പുറത്തു പോയവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അന്നും ഇന്നും എന്നും ആ ഒരു CPMൻ്റെ നയങ്ങൾക്ക് അല്ലെങ്കിൽ തെറ്റായ നിലപാടുകൾക്കെതിരെ നിന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം UDFിലേക്ക് വന്നത്. CP ജോണിന് മന്ത്രിയായും പൊതുപ്രവർത്തകനായും ജനസേവകനായും ഒക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ നിന്ന് സധൈര്യം പ്രവർത്തിക്കാം, സന്തോഷത്തോടെ പ്രവർത്തിക്കാൻ കഴിയും. അദ്ദേഹത്തിന് അതിനുള്ള ആ ഒരു എല്ലാവിധ കാലിബറുമുണ്ട്. അത് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി അത് പ്രകടിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയവും പൊതുപ്രവർത്തനത്തിനും അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കുമായിട്ട് ആത്മാർത്ഥതയോടെ CP ജോൺ പ്രവർത്തിക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്കും വിശ്വാസമാണ്.